ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചെറിയ സെഷനാണ് IVC ബേസ് ചെയ്ത് കുറച്ച് MCQസും അതേപോലെ തന്നെ UPSCയുടെ പ്രീവിയസ് ഇയർ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് IVC ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. The Indus Valley Civilization represents the first phase of urbanization in India. The Indus Valley site of Harappa was first visited by Charles Mason in 1826. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് IVC represents the first phase of urbanization. ഇത് IVCയുടെ ബേസിക്സ് അറിയാവുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ഫേസ് ഓഫ് അർബനൈസേഷൻ ആണ് അത്. ഇന്ത്യയിലെ അർബൻ കൾച്ചർ കൊണ്ടുവരുന്നത് തന്നെ ആരാണ്? ഹാരപ്പൻസ് ആണെന്ന് നമുക്കറിയാം. സെക്കൻഡ് ഓപ്ഷൻ, ഇൻഡസ് സൈറ്റ് ഓഫ് ഹാരപ്പ വാസ് വിസിറ്റഡ് ബൈ ചാൾസ് മേസൺ ഇൻ 1826. നമുക്കാകെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അറിയാവുന്ന ഒരു കാര്യം, 1853 അലക്സാണ്ടർ കണ്ണിങ്ങാമിന് എന്ത് കിട്ടി? ഒരു സീല് കിട്ടിയായിരുന്നു. ലാഹോർ തൊട്ട് മുൾട്ടാൻ വരെ റെയിൽവേ ലൈൻ ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാരപ്പ എന്ന സിറ്റി തകർന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് അത് മൊത്തം തകർന്നു പോയത്. ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒബ്വിയസ്ലി ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടാവും, അത് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉള്ളൊരു പോയിന്റ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? ബോത്ത് 1 and 2 ആണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ IVC വാസ് ആൻ അയൺ ഏജ് സിവിലൈസേഷൻ. അവിടെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ് അല്ലേ? അയൺ ഏജ് ആണോ? അല്ല, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? അയൺ ഏജ് സിവിലൈസേഷൻ വരുന്നത്. അതേപോലെ the IVC had a larger geographical area than the Egyptian and Mesopotamian civilizations combined. അത് ശരിയാണ്. കാരണം ഈ പറഞ്ഞ IVCയുടെ കോണ്ടംപററി സിവിലൈസേഷൻ ആയിരുന്നു ഈജിപ്ഷ്യനും അതേപോലെ മെസപ്പൊട്ടോമിയനും. ഇവരുടെ കമ്പൈൻഡ് ഏരിയയേക്കാൾ കൂടുതൽ വ്യാപിച്ച് കിടന്നിരുന്നു ആര്? ഈ പറഞ്ഞ കൂട്ട് IVC. 1.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് IVC ഉണ്ടായിരുന്നത്. The IVC was situated along ancient migration routes connecting Central and Western Asia to India. നോക്കൂ, IVCയുടെ ലൊക്കേഷൻ തന്നെ പറയുമ്പോൾ എവിടെ ആയിട്ട് വരും? നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ഏരിയ ആയിട്ടാണ്. അപ്പോൾ സെൻട്രലും വെസ്റ്റ് ഏഷ്യ ആയിട്ടുള്ള കണക്ഷൻ കൂടിയാണ് ഇത് ഈ ഒരു IVCയുടെ ഇത് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ലൊക്കേഷൻ വെച്ച് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻ ശരിയാണ്, ഈ ഓപ്ഷൻ ശരിയാണ്, ഇത് തെറ്റാണ്. സോ only 2 ഓപ്ഷൻസ് ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്, വിത്ത് റെഫറൻസ് ടു ദ ആർക്കിടെക്ചർ ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് മെച്യൂർ ഹാരപ്പൻ ഫേസ്. മെച്യൂർ ഹാരപ്പൻ ഫേസിനെയാണ് നോക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. The largest number of large pillared halls and communal cooking areas were found in the citadel complex of Harappa and Mohenjo-daro. നമുക്കറിയാം, സിറ്റാഡൽ കോംപ്ലക്സിനാണ് മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറുകളെല്ലാം ഹൗസ് ചെയ്തിരുന്നത്. ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, ഇങ്ങനെയുള്ള, അതായത് മെയിൻ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം റിസൈഡ് ചെയ്തിരുന്നത് സിറ്റാഡലിലും. പിന്നെ ലോവർ ടൗണിലാണ് സെർവൻറ്റിൻ്റെ ക്വാർട്ടേഴ്സ്, ആൾക്കാർ ജനറൽ ആയിട്ടുള്ള നോർമൽ ആൾക്കാർ താമസിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണൽ കുക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്ന് കുക്ക് ചെയ്യുന്ന ആണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ? അപ്പോൾ കമ്മ്യൂണൽ കുക്കിംഗ് യൂഷ്വലി നമുക്ക് വലിയ ആൾക്കാർക്കിടയിലാണോ ചെറിയ ആൾക്കാർക്കിടയിലാണോ കാണാൻ പറ്റുന്നത്? അത് എപ്പോഴും ചെറിയ ആൾക്കാർക്കിടയിലായിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്ഷൻസ് തെറ്റാന്ന് പറയാം. അതേപോലെ പില്ലേർഡ് ഹാൾസ്, ഇത് നമുക്ക് അസംബ്ലി ഹാളുകളാണ് കേട്ടോ. ദേ ആർ അസംബ്ലി ഹാൾസ്. ഈ അസംബ്ലി ഹാൾസ് നമുക്ക് ലോവർ ടൗണിൻ്റെ പ്രത്യേകതയാണ്. ആരുടെയാണ്? ലോവർ ടൗണിൻ്റെ പ്രത്യേകത. The city of Dholavira is architecturally unique among the major sites as it was divided into 3 principal segments: a citadel, a middle town and a lower town.
നമുക്ക് ധോലവീരയെക്കുറിച്ച് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധോലവീര ഗുജറാത്തിലാണെന്നറിയാം. അതേപോലെ അവിടെ നിന്നൊരു വാട്ടർ റിസർവോയറിൽ വലിയൊരു ടാങ്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വാട്ടർ ഹാർനസിങ് സിസ്റ്റം ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആൻഡ് ദ ഒൺലി സിറ്റി വിത്തൗട്ട് എ സിറ്റാഡൽ എന്ന് പറയുന്നത് ഏതാണ്? അത് ചാൻഹുദാരോ ആണ്. അതും നമുക്കറിയാം. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. ധോലവീരയുടെ ഒരു പ്രത്യേകത കൂടിയാണ് സിറ്റാഡൽ, മിഡിൽ ടൗൺ, ലോവർ ടൗൺ, ഇങ്ങനെ 3ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റ് ആൻസറാണ്. കറക്റ്റ് ഓപ്ഷനാണ്. ദ ഗ്രേറ്റ് ബാത്ത് അറ്റ് മോഹൻജദാരോ ഫീച്ചേർഡ് എ സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം ഫോർ ഫില്ലിംഗ് ദ ടാങ്ക് ഫ്രം എ സ്പെസിഫിക് വെൽ ആൻഡ് ഫോർ ഡ്രെയിനിങ് ദ യൂസ്ഡ് വാട്ടർ ത്രൂ എ കവേർഡ് ഔട്ട്ലെറ്റ്. നോക്കൂ, ഗ്രേറ്റ് ബാത്ത് എന്താണെന്ന് നമുക്കറിയാം. നോർത്തും സൗത്തും പടികളുണ്ടായിരുന്നു, അഡ്ജസൻറ്റ് റൂം ഉണ്ടായിരുന്നു, ജിപ്സം മോട്ടർ വെച്ചിട്ടാണ് ലൈൻ ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റ് ഡ്രെയിൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഇതിന് സെപ്പറേറ്റ് സപ്ലൈ ഓഫ് വാട്ടറും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരി? 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. With reference to the famous Pashupati seal from Mohenjo-daro, consider the following statements. The central figure is seated in a yogic posture and is surrounded by a total of 6 animals, including 2 antelopes beneath the seat. സെൻട്രൽ ഫിഗർ ഒരു യോഗിക് പോസ്ചറിലാണ് ഇരിക്കുന്നത്. അതെ, ക്രോസ് ലെഗ്ഡ് ആയിട്ട് ആണ് ഇരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ക്രോസ് ലെഗ്ഡ് പൊസിഷൻ, ഒരു കാലിൻ്റെ മേലെ ഒരു കാലെന്നുള്ള രീതിയിലാണ്. 6 ആനിമൽസ് സറൗണ്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 6 ആനിമൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എലിഫൻ്റ് വരുന്നുണ്ട്, അതേപോലെ ടൈഗർ വരുന്നുണ്ട്, പിന്നെ റൈനോസറസ് വരുന്നുണ്ട്, അതേപോലെ ബഫല്ലോ വരുന്നുണ്ട്, പിന്നെ നമുക്ക് 2 ഡിയർ അല്ലെങ്കിൽ ആൻറ്റിലോപ്സ് ആണ് ഉള്ളത്. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 ആനിമൽസ് വരുന്നത് ഈ ഓപ്ഷൻ കറക്റ്റാണ്. The animals depicted on the right side of the figure are rhino and buffalo, while the elephant and tiger on the left side. See, ഈ ഒരു ഇതെന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ടാണ്. ഇങ്ങനെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇന്നലെ ഞാൻ ഷോർട്സ് ചാനലിൽ അപ്ലോഡ് ചെയ്തായിരുന്നു പശുപതി സീലിൻ്റെ, അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് എലിഫൻറ്റ്, ടൈഗർ, റൈനോ, ബഫല്ലോ, 2 ഡിയർ അല്ലെങ്കിൽ 2 ആൻറ്റിലോപ്പ് ബിനീത്ത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ ഓപ്ഷൻ തിരിഞ്ഞാണ് വരേണ്ടത്. സോ ദിസ് ഈസ് റോങ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 1 ഉള്ളിയാണ്. With reference to the agricultural practices and animal husbandry of Harappan people, consider the following statements. The Harappans were the earliest people in the world to cultivate cotton, which the later Mesopotamians knew as sindan. കോട്ടൻ്റെ കൾട്ടിവേഷൻ ചാൽക്കോലിത്തിക് ഏജിൽ നമുക്കറിയാം. ബ്ലാക്ക് സോയിലിൽ ചാൽക്കോലിത്തിക് ആൾക്കാർ കൾട്ടിവേറ്റ് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ IVCക്ക് കോണ്ടംപററി ആയിട്ട് ചാൽക്കോലിത്തിക് കൾച്ചേഴ്സൊക്കെ എവിടെ ഉണ്ടായിരുന്നു? വെസ്റ്റേണിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ജോർവേ കൾച്ചറൊക്കെ വരുമ്പോഴത്തേക്ക് ലേറ്റ് IVC ഒക്കെ വരുന്ന സമയത്താണ്. അപ്പം IVC ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമുക്ക് ചാൽക്കോലിത്തിക് കൾച്ചറുണ്ട്. സോ ചാൽക്കോലിത്തിക് പീപ്പിൾ ഈ ബ്ലാക്ക് സോയിലിൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്ത എവിഡൻസ് ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് പറയാം ഹാരപ്പൻസ് വെയർ ദ ഏർലിയസ്റ്റ് പീപ്പിൾ. ദാറ്റ് ക്യാൻ ബി സെഡ്. കാരണം ഹാരപ്പൻസും കോണ്ടംപററി ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നുണ്ട് ചില ഈ പറഞ്ഞ ചാൽക്കോലിത്തിക് കൾച്ചറുകളിൽ. പിന്നെ മെസപ്പൊട്ടോമിയൻസ് ന്യൂ ആസ് സിൻഡൻ. സിൻഡൻ എന്ന് മെസപ്പൊട്ടോമിയൻസിന് അറിയപ്പെടുന്നത് കോട്ടനെയാണ്. കാരണം സിന്ധു നദിയുടെ തീരത്തുള്ള സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ സിന്ധു നദിയുടെ ആ ഒരു നാട്ടിൽ നിന്ന് കിട്ടുന്ന കോട്ടൺ ആയതുകൊണ്ടാണ് സിൻഡൻ എന്നുള്ളൊരു പേര് വന്നത്. സോ ദിസ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. Clear archaeological evidence of a plowed field has been found at Kalibangan, though no physical remains of a wooden or copper plow have been discovered. See, plowed field കാലിബംഗനിൽ കിട്ടിയത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് വുഡൻ പ്ലോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഓക്സൻസ് അല്ലെങ്കിൽ ക്യാമൽസിനെ വെച്ചിട്ടാണ് ഇവർ പ്ലോ ചെയ്തിരുന്നതെന്നും എവിഡൻസ് ഉണ്ട്. ഇത് ഡയറക്റ്റ് NCERTയിൽ നിന്ന് പറയുന്നതാണ്. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റ് കൂടിയാണ്. സോ ഈ ഓപ്ഷൻ തെറ്റാണല്ലേ, കാരണം വുഡൻ പ്ലോ ആണ് കിട്ടിയിട്ടുള്ളത്.
While the bones of sheep, goats, and buffaloes are common, there is no conclusive evidence for the use of horse or the camel by the Harappans in the mature phase. അത് ശരിയാണ്. കാരണം ഹോഴ്സിനെ ആർക്കും അറിയില്ലായിരുന്നു, ഹാരപ്പൻസിനെ അറിയില്ലായിരുന്നു. ക്യാമലിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ ക്യാമൽ വേർ നോൺ. ക്യാമലിൻ്റെ ബോൺസും അതേപോലെ തന്നെ ഹോഴ്സിൻ്റെ ബോൺസും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹാരപ്പൻസ് അത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൽ കൺഫ്യൂഷനാണ്. ഹോഴ്സിൻ്റെ ബോൺസ് കിട്ടിയത് സുർക്കോദ്ദയിലാണ്. സുർക്കോദ്ദ ഗുജറാത്തിലാണ്. അതേപോലെ ക്യാമലിൻ്റെ ബോൺ കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണ്? ബലാത്തലിൽ നിന്നാണ് നമുക്ക് ക്യാമൽ ബോൺ കിട്ടിയിട്ടുള്ളത്. ബലാത്തൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇത് രണ്ടും ഞാൻ IVC സൈറ്റ് മാർക്ക് ചെയ്തപ്പോൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. അതേപോലെ ഇന്നലെ ലോങ് വീഡിയോയിലും ഡിസ്കസ് ചെയ്തിരുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ജനറലി പറയാം ഹോഴ്സും ക്യാമലും അല്ലെങ്കിൽ ഹോഴ്സിനെ പറ്റിയുള്ള വിവരം ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. മച്ച് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ശരിയാണ്. സോ നമുക്ക് 1 and 3 ആണ് ഇവിടെ കറക്റ്റ്. സോ only 2 ആണ് ഇവിടുത്തെയും ഓപ്ഷൻ വരുന്നത്. With respect to the pottery found at Harappan sites, consider the following statements. The plain unpainted pottery, generally of red clay, was more prevalent than the painted ware, which was mostly decorated in a glossy black pigment. നമുക്കറിയാം എന്താണ് ബ്ലാക്ക് റെഡ് വെയർ പോട്ടറിയാണ് ആരുടെ പോട്ടറി? നമ്മുടെ ഈ പറഞ്ഞ ഈ ഹാരപ്പൻസിൻ്റെ പോട്ടറി എന്ന് പറയുന്നത്. പെയിൻറ്റഡ് പോട്ടറി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ചാൽക്കോലിത്തിക് ആൾക്കാരാണ്. സോ ഇതായിരുന്നു, അതായത് മോർ പ്രിവലൻ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഈ പറഞ്ഞ പ്ലെയിൻ പോട്ടറി ആയിരുന്നു കൂടുതലും. ഇതും ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ടുള്ള പോയിൻ്റാണ്. Polychrome pottery featuring intricate geometric patterns in multiple color like red, black and green was common in large urban centers. പോളിക്രോം പോട്ടറിയെ കുറിച്ച് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പോളിക്രോം പോട്ടറി നമുക്ക് കിട്ടിയിട്ടുണ്ട് IVC സൈറ്റിൽ നിന്ന്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് കോമൺ, റെയറായിട്ടാണ് പോളിക്രോം പോട്ടറി കിട്ടിയിട്ടുള്ളത്. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. The Harappans were among the earliest civilization to develop and use glazed pottery. ദാറ്റ് മൈറ്റ് ബി കറക്റ്റ്. കാരണം എന്താണ്, പെയിൻറ്റഡ് പോട്ടറി തുടങ്ങി വെച്ചത് ചാൽക്കോലിത്തിക് പീപ്പിളാണ്. ഗ്ലേസ്ഡ് പോട്ടറി യൂസ് ചെയ്ത ഏർലിയസ്റ്റ് സിവിലൈസേഷനിൽ ഒരാളാവാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് അല്ല. വേറെ സിവിലൈസേഷനും യൂസ് ചെയ്തിട്ടുണ്ടാവാം, വി ഡോണ്ട് നോ. അപ്പോൾ ഇത് എന്താണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ 1ഉം 3ഉം കറക്റ്റാണ്. ഓപ്ഷൻ 1 ആണ് ആൻസർ. Which of the following best describes the probable political organization of the mature Harappan civilization given the archaeological evidence? A centralized dynastic monarchy where a priest king ruled from twin capitals of Harappa and Mohenjo-daro. പ്രീസ്റ്റ് കിങ്ങിൻ്റെ ഒരു ഇത് നമുക്ക് മോഹൻജദാരോന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റെറ്റിൻ്റെ ഒരു ഫിഗർ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ. അപ്പോൾ പ്രീസ്റ്റ് കിങ് ഇറ്റ് ക്യാൻ ബി, ഇതൊരു പ്രീസ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു റൂളർ ആവാം, പക്ഷെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു സെൻട്രലൈസ്ഡ് മൊണാർക്കി എന്നുള്ളൊരു സെറ്റപ്പ് എവിടെ ഇല്ലായിരുന്നു? ഹാരപ്പൻസിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. A powerful military state that enforced cultural homogeneity and controlled its vast territory through military outposts. So, there were no weapons. അതേപോലെ lack of a warrior class, അതും നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാരിയർ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നില്ല. അപ്പം നമുക്ക് എന്താണ് അവിടെ മിലിറ്ററി എന്ന് പറയുന്ന സാധനം ഇല്ല. സോ ദിസ് ഓപ്ഷൻ ഇസ് റോങ്. A decentralized system, possibly a merchant oligarchy or a council-based civic administration due to the absence of clear monarchical symbols. This can be an option. കാരണം ഡീസെൻട്രലൈസ്ഡ് ആയിരുന്നു. യെസ്, ഒരു പോസിബിൾ മെർക്കൻ ഒളിഗാർക്കി ആവാം. പല ആൾക്കാർ ചേർന്ന് ഒരുമിച്ച് ഭരണം നടത്തുന്ന ആവാം, അല്ലെങ്കിൽ ഒരു കൗൺസിൽ ബേസ്ഡ് സിവിൽ അഡ്മിനിസ്ട്രേഷനോ ആവാം. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ക്ലിയർ മൊണാർക്കിയൽ സിമ്പിൾസ് ഒന്നും തന്നെ ഇല്ല. കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ പാലസുകളോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. സോ ദിസ് ക്യാൻ ബി ആൻ ഓപ്ഷൻ. അടുത്ത ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. A theocratic state where the main deity, the proto-Shiva, was worshipped and the administration was run by a high priest. നമുക്ക് proto-Shiva
നമുക്ക് പ്രോട്ടോ ശിവയുടെ ഒരു സീല് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? പ്രോട്ടോ ശിവയെ പശുപതി സീലയാണ് ഇപ്പോൾ പ്രോട്ടോ ശിവ നമ്മൾ വിളിച്ചത്, പശുപതി സീല്. ഈ സീല് മോഹൻജദാരോ എന്നാണ് കിട്ടിയത്. ഈ സീല് വെച്ചിട്ട് ഇത് പ്രോട്ടോ ശിവ ആണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് വർഷിപ്പിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലാതെ ഇങ്ങനെ ഒരാൾ ഭരണം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഭരിച്ചിരുന്നതായിട്ടോ ഒന്നും ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു തിയോക്രാറ്റിക്, അത് റിലീജിയസ് ആയിട്ടുള്ള ഒരു റൂളിംഗ് സിസ്റ്റം ആയിരുന്നതായിട്ട് ഇൻഫർമേഷൻ നമുക്ക് ഇല്ല. സോ ഇത് അല്ല. അപ്പം മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. Which one of the following is the most likely reason for the Harappans to have held the unicorn and the hummed bull in high ritualistic or totemic regard? യൂണിക്കോൺ അതേപോലെ ഹംഡ് ബുള്ളിനെ എന്തുകൊണ്ടായിരിക്കാം ഇവർ വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഹൈ റിഗാർഡിൽ വച്ചിരുന്നത് എന്നാണ് ചോദ്യം. 1. Their widespread presence in the terracotta figurines of Mother Goddess. If you have seen the terracotta figurines of Mother Goddess, ഇതിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? യൂണിക്കോണോ ഹംഡ് ബുള്ളിനോ ഒന്നും കാണാൻ പറ്റില്ല. വളരെ അൺസോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മദർ ഗോഡസിൻ്റെ ഫിഗർ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. The discovery of their bones in sacrificial pits at കാലിബംഗൻ ആൻഡ് ലോത്തൽ. കാലിബംഗനിൽ നിന്ന് നമുക്ക് ഫയർ അൽത്താർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലോത്തൽ എന്താണ്? ഡോക്യാർഡുമാണ്. നമുക്കിവിടെ രണ്ടിടത്തുനിന്നും, അതേപോലെ ഡോക്യാർഡ് റൈസിൻ്റെ എവിഡൻസും ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ കൂട്ട് ബോൺസിൻ്റെ ഡിസ്കവറിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. Almost exclusive and prominent depiction on the majority of discovered seal. യെസ്, സീലുകളിൽ ഇവരെ എന്താണ്, ഒരുപാട് സീലുകളിൽ ഇവരുടെ ഡെപ്പിക്ഷൻ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. The mention of these animals in the yet to be deciphered Harappan script as name of deities. നമുക്ക് ഓൾറെഡി യെറ്റ് ടു ബി ഡെസിഫേർഡ് ആണ്, അതിനകത്ത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. സോ ഓപ്ഷൻ 3. Consider the following statement regarding the geographical extent and trade of Indus Valley civilization. The Harappans conducted long-distance maritime trade with contemporary West Asian civilization from port towns like Lothal and Sutkagandur. ട്രേഡ് നടത്തിയതായിട്ട് പറയുന്നുണ്ട്. മെയിൻലി ഹാരപ്പൻസ് ആരുമായിട്ടായിരുന്നു ട്രേഡ് നടത്തിയത്? നമുക്കറിയാം, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രേഡ് നടത്തിയതായിട്ട് പറയുന്നുണ്ട്. എന്താണ് കോണ്ടംപററി വെസ്റ്റ് ഏഷ്യൻ സിവിലൈസേഷൻ? അതാണ് ഞാൻ ഈ പറഞ്ഞ മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഫ്രം ദ പോർട്ട് ടൗൺസ് ലൈക്ക് ലോത്തൽ ആൻഡ് സുത്കഗന്തൂർ. ലോത്തൽ പോർട്ട് ടൗൺ ആണ്, ഗുജറാത്തിലാണെന്നറിയാം. ഇതും നമ്മുടെ വെസ്റ്റേൺ മാർജിൻ ഓഫ് IVC ആണ്, സുത്കഗന്തൂർ വെസ്റ്റേൺ മാർജിൻ. ഈ സുത്കഗന്തൂറിന് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, 4 എൻഡ് പറഞ്ഞപ്പോൾ അല്ലേ, സുത്കഗന്തൂറിൻ്റെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് കേട്ടോ. ദ ഹാരപ്പൻ സിവിലൈസേഷൻസ് ബൗണ്ടറി എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ ഇൻഡസ് സിസ്റ്റം, encompassing the northernmost site of Manda in Jammu and the southernmost site of Daimabad in Maharashtra. Harappan civilization's boundary. See, southernmost site of Daimabad ആണ് southern എൻഡിലെ ബൗണ്ടറി, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. നോർത്തേൺമോസ്റ്റ് സൈറ്റ് ഓഫ് മാണ്ട ഇൻ ജമ്മു, അത് അങ്ങനെ ഒരു സൈറ്റ് നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് നോർത്തേൺ മോസ്റ്റ് ബൗണ്ടറി അറിയാവുന്ന ഏതാ? ഷോർത്തുഗൈ ഇൻ അഫ്ഗാനിസ്ഥാനാണ്. പക്ഷെ നോക്കൂ, ഇറ്റ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ ഇൻഡസ് സിസ്റ്റം. ഇൻഡസ് സിസ്റ്റവും കഴിഞ്ഞു പോയി. എൻകംപാസിങ് ദ നോർത്തേൺ മോസ്റ്റ് സൈറ്റ്, ഇന്ത്യയിലെ നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ആയിട്ടുള്ള മാണ്ടയും ഇൻക്ലൂഡ് ചെയ്ത് ഇൻഡസ് സിസ്റ്റത്തിന് ബിയോണ്ട് എന്ത് പോയി, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ബൗണ്ടറി പോയെന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചാടി കയറി നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ഇതാണ്, അപ്പോൾ അത് ഷോർത്തുഗൈ അല്ലേ, ഇത് തെറ്റാണെന്ന് പറഞ്ഞ് നോക്കരുത്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ബോത്ത് 1 and 2 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Which one of the following ancient sites of Indus Valley civilization is well known as a major trade point between Harappa and Babylon located in the west at Dasht?
വെസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ബാബിലോണിയൻ സിവിലൈസേഷനൊക്കെ ഇല്ലേ. അപ്പോൾ ബാബിലോണുമായിട്ട് ഹാരപ്പയും ബാബിലോണുമായിട്ടുള്ളതിൻ്റെ മെയിൻ ട്രേഡ് പോയിൻ്റ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് ഒന്നും വലിയ പിടുത്തം കാണത്തില്ല. ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ബാബിലോണുമായിട്ടുള്ള ട്രേഡ് ഏത് പോർട്ട് വഴിയാണ് നടന്നതെന്നുള്ളത് നമുക്കതറിയാൻ പറ്റില്ല നോർമലി നോക്കിക്കഴിഞ്ഞാൽ. ബട്ട് അറിയാവുന്ന ഒരു കാര്യം നമുക്കറിയാം, മോഹൻജൊദാരോ വെസ്റ്റിലാണ്, ചാൻഹുദാരോ വെസ്റ്റിലാണ്, സുത്കഗന്തോർ വെസ്റ്റിലാണ്, കാലിബംഗൻ വെസ്റ്റിലാണ്. ഇതെല്ലാം വെസ്റ്റിലാണ് ഈ 4 ലൊക്കേഷനും വരുന്നത്. മോഹൻജൊദാരോ എന്തായിരുന്നില്ല, മോഹൻജൊദാരോ വെസ്റ്റിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് വെസ്റ്റിലൊക്കെ ആയിട്ടാണ് മോഹൻജൊദാരോയുടെ ഒരു ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, മോഹൻജൊദാരോയുടെ ലൊക്കേഷൻ എങ്ങനെയാണ്? ചാൻഹുദാരോ മോഹൻജൊദാരോയുടെ തന്നെ സൗത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇൻഡസ് റിവർ എങ്കിൽ ഇവിടെ മോഹൻജൊദാരോ എങ്കിൽ ഇവിടെ ചാൻഹുദാരോ, ഇങ്ങനെയാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സുത്കഗന്തോർ വെസ്റ്റേൺ മോസ്റ്റ് ബൗണ്ടറി ആണ്. കാലിബംഗൻ നമുക്കറിയാം ഇത് രാജസ്ഥാൻ, അതും എന്താണ് നോർത്ത് വെസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരുന്നത് സുത്കഗന്തോർ ആണ്, ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ദാറ്റ് വി നോ. സോ ആൻസർ എന്താണ്? തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള സുത്കഗന്തോർ ആണ്. എല്ലാം നമുക്കിപ്പം പഠിക്കാനൊന്നും പറ്റത്തില്ല, ചിലതൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കേണ്ടി വരും, ചിലതൊക്കെ നമുക്ക് അറിയാവുന്ന പഠിച്ച ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ഗസ് വർക്ക് നടത്താനേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം അതിനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചാലും അല്ലെങ്കിൽ റിവിഷൻ ചെയ്താൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഐഡിയ കിട്ടുള്ളൂ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം, IVCയിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏൻഷ്യൻ ടൗൺസ് ഇസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് ഇലാബറേറ്റ് സിസ്റ്റം ഓഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ബൈ ബിൽഡിംഗ് എ സീരീസ് ഓഫ് ഡാംസ് ആൻഡ് ചാനലൈസിങ് വാട്ടർ ഇൻ ടു കണക്റ്റഡ് റിസർവോയേഴ്സ്? ഇത് 2021 പ്രിലിംസിന് ചോദിച്ചതാണ്. അപ്പോൾ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നമുക്ക് അറിയാം, കണ്ണടച്ച് പറയാവുന്ന ഒരു ഓപ്ഷനാണ് ഇത്, ധോലവീര. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ്? ഹാരപ്പൻ സൈറ്റ് അല്ലാത്തതാണ്. നമ്മൾ ഒരുപാട് ഹാരപ്പൻ IVC സൈറ്റുകൾ പഠിച്ചു, ഏതാണ് അല്ലാത്തത്? 2019 പ്രിലിംസിൻ്റെ ചോദ്യമാണ്. ചാൻഹുദാരോ ബീഡ്സ് ഇൻഡസ്ട്രിക്ക് ഫേമസ് ആണ്. ഇറ്റ് ഇസ് എ ഹാരപ്പൻ അല്ലെങ്കിൽ IVC സൈറ്റ് ആണ്. കോട്ട് ഡിജി പാകിസ്ഥാനിലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു പാകിസ്ഥാനിലുള്ള IVC സൈറ്റുകൾ പറഞ്ഞപ്പോൾ കോട്ട് ഡിജി, അവിടെ ഒരുപാട് ബ്രോൺസ് ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് അവിടുന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 2 ഓപ്ഷൻ സോഗറ ആൻഡ് ദേസാൽപൂർ, ഈ 2 ഓപ്ഷനാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇത് നമുക്കൊരു മേജർ ഗസ് വർക്കേ നമുക്കിവിടെ വർക്ക് ചെയ്യുള്ളൂ. ഇഫ് യു നോ ദാറ്റ് ദേസാൽപൂർ ഈസ് ഇൻ ഗുജറാത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗുജറാത്തിൽ എന്താണ് IVC സൈറ്റിലെ ഇഷ്ടം പോലെ IVC സൈറ്റുകൾ എവിടെ ഉണ്ട്? ഗുജറാത്തിലുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ദേസാൽപൂർ എന്തായാലും ഒരു IVC സൈറ്റ് ആവാം എന്ന് നമുക്ക് എടുക്കാം. ആ ഒരു ഓപ്ഷനെ ഞാൻ കാണുന്നുള്ളൂ. സോഗറ നമുക്ക് നോക്കുമ്പം കാണുന്നത് ഇതാണ്. സോഗറ ഇസ് അശോകൻ ഇറയിലുള്ള, അതായത് അശോകൻ്റെ സമയത്തുള്ള അശോകൻ ഇറ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ, അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ പറഞ്ഞോട്ട് സൈറ്റ് എന്ന് പറയുന്നത്. അശോകൻ ഇറയിലുള്ള കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ പറഞ്ഞിരിക്കുന്നതാണ് സോഗറ. സോ അതുകൊണ്ട് ഇതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ച് പാടായിരിക്കും എന്ന് തോന്നുന്നു, കാരണം ബാക്കി നമുക്ക് അവസാനത്തെ 2 വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. ആൻഡ് ഇഫ് യു നോ ദാറ്റ് ദേസാൽപൂർ ഇസ് ഇൻ ഗുജറാത്ത് ദെൻ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ക്യാൻ ബി എൻ IVC സെറ്റ്. അതേപോലെ ഇതൊരു IVC സൈറ്റ് തന്നെയാണ്. ഒരുപാട് പോട്ടറി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് ദേസാൽപൂരിൽ നിന്ന്. സോ ഇതും കൂടി ആഡ് ചെയ്ത് വെക്കുക നിങ്ങളുടെ IVC സൈറ്റിൻ്റെ കൂട്ടത്തിൽ. Which one of the following characterizes the people of Indus civilization? They possessed great palaces and temples. ഒരിക്കലുമില്ല ഈ ഒരു സാധനം IVC നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. They worshipped both male and female deities. Yes, മെയിൽ ഡൈറ്റി നമുക്ക് പശുപതി സീല് കാണാം. ഫീമെയിൽ ഗോഡസിൻ്റെ ടെറാക്കോട്ട ഫിഗറിൻസ് ഉണ്ട്. അതേപോലെ യോനി, ലിംഗം ഇതൊക്കെ വരുന്നുണ്ട്.
they employed horse-drawn chariots in warfare. ഹോഴ്സ് they were not known. വാർഫെയർ തന്നെ വലുതായിട്ടില്ലായിരുന്നു. പിന്നെ ഹോഴ്സിനെ കുറിച്ചുള്ള അറിവൊന്നുമില്ല. അപ്പോൾ ആകെ ഒരെണ്ണം മാത്രമാണ് എന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറൈസസ് ദ പീപ്പിൾ ആണ്. അപ്പം ഏത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഒള്ളിയാണ് എന്ത് ഓപ്ഷൻ വരുന്നത്. ഇത് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2 ഒള്ളി. Then, regarding the Indus Valley civilization, consider the following statements. It was predominantly a secular civilization and the religious element though present did not dominate the scene. അത് ശരിയായിരിക്കും. കാരണം ഒരു സെക്യുലർ സിവിലൈസേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അങ്ങനെ വേറൊരു രീതിയിലുള്ള ഒരു സോഷ്യൽ നമ്മുടെ ആര്യൻസിൻ്റെ കേസിലുള്ള പോലെ വർണ്ണ സിസ്റ്റമോ അങ്ങനെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു അൺസെക്യുലർ ആയിട്ടുള്ള ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു സെക്യുലർ സിവിലൈസേഷൻ ആയിട്ടാണ് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നത്. റിലീജിയസ് എലമെൻ്റ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അത് ഡോമിനേറ്റ് ചെയ്തിട്ടില്ല. During this period, cotton was used for manufacturing textiles in India. നമുക്കറിയാം ഹാരപ്പൻസ് കോട്ടണും സിൽക്കും മെറ്റീരിയൽസ് യൂസ് ചെയ്തിരുന്നു. അത് വെയർ ചെയ്തിരുന്നതായിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ട്. സോ ഇറ്റ് വാസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിരുന്നു. അത് കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. 2011 പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് 1 and 2 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി മാച്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ആൻഷ്യൻ സൈറ്റും ഫൈൻഡിങ്ങും. ലോത്തലിൽ നിന്ന് നമുക്ക് കണ്ണുടച്ച് പറയാവുന്ന എന്താണ്? ഡോക്യാർഡ് ആണല്ലേ? യെസ്. സോ A2 വരുന്ന 2 ഓപ്ഷൻസ് ആണ്. കാലിബംഗനിൽ നിന്ന് പ്ലോഡ് ഫീൽഡ് B1 ആണ് വരുന്നത്. B1. സോ ഓക്കെ, 1 and 4 ആണെന്ന് മനസ്സിലായി. ധോലവീരയിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ്, പക്ഷെ കിട്ടിയില്ല അത്. ബനവാലിയിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? ബനവാലി രാജസ്ഥാനിലാണെന്ന് നമുക്കറിയാം. സോ ടെറാക്കോട്ട റെപ്ലിക്ക ഓഫ് എ പ്ലോ ദാറ്റ് ക്യാൻ ബി എ പോസിബിലിറ്റി. കാരണം പ്ലോഡ് ഫീൽഡും വുഡൻ പ്ലോയും ഒക്കെ കാലിബംഗനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ബനവാലി രാജസ്ഥാനാണ്. ഒബ്വിയസ്ലി അവിടെ നിന്ന് എന്താണ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ D3 വരും. ഓക്കെ. ധോലവീരി എന്ന് പറഞ്ഞാൽ ഇൻസ്ക്രിപ്ഷൻ കംപ്രൈസിങ് ഓഫ് 10 ലാർജ് സൈസ്ഡ് സൈൻസ് ഓഫ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് കോഡ്സ്. അതാണ് ആകെയുള്ള ഒരു ഓപ്ഷൻ. സോ 5-2 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ധോലവീരിയിൽ നിന്ന് നമുക്ക് ഇൻസ്ക്രിപ്ഷനും ഹാരപ്പൻ സ്ക്രിപ്റ്റിൻ്റെ കോഡുള്ള ഇൻസ്ക്രിപ്ഷനും കിട്ടിയിട്ടുണ്ട്. അതേപോലെ ധോലവീരിയുടെ വേറൊരു പോയിന്റ് നമ്മൾ പഠിച്ചത് എന്താണ്? സിറ്റാഡലും മിഡിൽ ടൗണും ലോവർ ടൗൺ, ഈ 3 ഇത് കാണാൻ പറ്റുന്നതും ധോലവീരയിലാണ്. Which of the following animals was not represented in seals and terracotta art of Harappan sculpture? ഏത് ആനിമൽസ് ആണ് ഇല്ലാണ്ടിരുന്നത്? 2002 ഓൾഡ് പ്രിലിംസിൻ്റെ ആണ് കേട്ടോ. എലിഫൻ്റ് ഉണ്ട്, റൈനോസേഴ്സ് ഉണ്ട്, ടൈഗർ ഉണ്ട്. കൗവിന് ഇല്ല. നമ്മൾ പറഞ്ഞു ഹോഴ്സിനെ പറ്റി അറിയില്ല, കൗവിനെയും പറ്റി അറിയില്ല. നമുക്കറിയാം ചാൽക്കോലത്തേക്ക് ആൾക്കാർക്കും കൗവിനെ പറ്റിയും അറിയില്ലായിരുന്നു. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ വരുന്നത്. സോ ദീസ് ആർ ദ ഫ്യൂ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാവ് ബീൻ ആസ്ക്ഡ് ഇൻ UPSC പ്രിലിംസ് ഓൺ ദ ടോപ്പിക് ഓഫ് IVC. കുറേയൊക്കെ MCQs നമ്മളൊരു അറൗണ്ട് 10 MCQs വി ഹാവ് ഡിസ്കസ്ഡ്. നല്ല ക്വാളിറ്റി MCQs ആണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്തുനിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. സോ നമുക്ക് ഇനിയും ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷൻസ് ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. Then thank you and happy learning.